ഹായ് എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് കോൾസ് ഇൻ ആരിയസ് ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോൾസ് ഇൻ ആരിയസിനെ കുറിച്ചായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കോൾസ് ഇൻ അഡ്വാൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് കോൾസ് ഇൻ അഡ്വാൻസ്, അതിൻ്റെ ചാനൽ എൻട്രീസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്, കോൾസ് ഇൻ ആരിയസും കോൾസ് ഇൻ അഡ്വാൻസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാമാണ്. ഫസ്റ്റ് വൺ ഈസ് വാട്ട് വാസ് ദ മീനിങ് ഓഫ് കോൾസ് ഇൻ അഡ്വാൻസ്. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? When the shareholders pay more money than called up, the excess of money paid is called in advance. Called in advance എന്ന് പറയുന്നത് ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ മണിയുടെ സമയത്തോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മണിയുടെ സമയത്തോ ആ ഒരു എക്സസ് ഓഫ് മണി നൽകുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർ ഹോൾഡർ നൽകുന്ന എക്സസ് ഓഫ് മണിയുടെ പേരിലാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അഥവാ കോൾസ് ഇൻ അരിയേഴ്സിൻ്റെ നേരെ വിപരീതമായിട്ട് പറയാം അല്ലേ. അവിടെ നമ്മൾ ആ കോൾസ് അപ്പ് ടൈമിൽ നമ്മൾ അരിയർ വരുത്തുന്നു, നമ്മൾ തുക നൽകാനായിട്ട് ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ സമയത്ത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ എക്സസ് ഓഫ് മണി നൽകുന്നു എന്നുള്ളതാണ്. Thus, calls in advance refer to the amount paid by the shareholders in advance of it become due. ഡ്യൂ ആവുന്ന സമയത്ത്, ഇപ്പോൾ അലോട്ട്മെൻറ്റ് ഡ്യൂ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്ന സമയത്ത് അഡ്വാൻസ് ആയിട്ട് ഷെയർ ഹോൾഡർ അവരുടെ എമൗണ്ട് പെയ്ഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. എമൗണ്ട് റിസീവ്ഡ് ബൈ എ കമ്പനി ബിഫോർ കോൾസ് ആർ മെയ്ഡ് ഈസ് കോൾഡ് കോൾസ് ഇൻ അഡ്വാൻസ്. ഒരു കമ്പനി കോൾസ് മെയ്ഡ് ചെയ്യുന്നതിന് മുമ്പ്, അഥവാ നമ്മൾ കോൾസ് വിളിക്കുന്നതിന് മുമ്പേ ഒരു ഷെയർ ഹോൾഡർ അവർക്ക് അഡ്വാൻസ് ആയിട്ട് നൽകുന്ന എമൗണ്ടിന്, അതിനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. A company can accept calls in advance only if it is authorized by its articles. ഒരു കമ്പനിക്ക് കോൾസ് ഇൻ അഡ്വാൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, സ്വീകരിക്കാൻ പറ്റുന്നത് only if it is authorized by its articles. ആർട്ടിക്കിൾസ്, കമ്പനിയുടെ ആർട്ടിക്കിൾസ് പ്രകാരം ഓതറൈസ്ഡ് ആണെങ്കിൽ മാത്രമേ കമ്പനിക്ക് അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ, അഥവാ കോൾസ് ഇൻ അഡ്വാൻസ് ആയി സ്വീകരിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇൻ റെസ്പെക്റ്റ് ഓഫ് ഓൾ കോൾസ് ഇൻ അഡ്വാൻസ്, എല്ലാ തരത്തിലുള്ള കോൾസ് ഇൻ അഡ്വാൻസിലും ഉണ്ടത്. അതിൻ്റെ ഒരു ജേർണൽ എൻട്രീസാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനിൽ കോൾസ് ഇൻ അഡ്വാൻസ് എന്താണെന്നുള്ളത് നമ്മളെ സ്ലൈഡിൽ നമ്മൾ പറയുന്നുണ്ട്. ദസ് ദ എക്സസ് ഓഫ് എമൗണ്ട് റിസീവ്ഡ് ബൈ ദ കമ്പനി ദെൻ വാട്ട് ഹാസ് ബീൻ കോൾഡ് അപ്പ് എന്താണ് വിളിക്കുന്നത്, അതിനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ABC ലിമിറ്റഡ് ഷെയർസ് ഓഫ് ₹1000, അപ്ലിക്കേഷൻ ഈസ് 400. അപ്ലിക്കേഷൻ്റെ സമയത്ത് 400 ആണ്. നമ്മൾ പെയ്ഡ് ഹോൾ എമൗണ്ട് ഇൻ അഡ്വാൻസ്, അഥവാ 1000 രൂപയുടെ ഷെയർ നമ്മളെടുത്തു. അപ്ലിക്കേഷൻ്റെ സമയത്ത് അത് 400 രൂപയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു ഷെയർ ഹോൾഡർ എന്ത് ചെയ്യാണ്, അഡ്വാൻസ് ആയിട്ട് ഫുള്ളി എമൗണ്ട് നൽകുകയാണ്, 1000 രൂപയും നൽകുന്നു. അപ്പോൾ 600 രൂപ അവിടെ എക്സസ്, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് അതിൻ്റെ ജേർണൽ എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വെൻ ദ കമ്പനി റിസീവ്സ് കോൾസ് ഇൻ അഡ്വാൻസ്, നമ്മൾ അഡ്വാൻസ് ആയിട്ട് സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുമ്പോൾ, റിസീവ് ചെയ്യുമ്പോൾ കമ്പനി എന്തെന്ന് എഴുതുന്നു, ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു കോൾസ് ഇൻ അഡ്വാൻസ്. കോൾസ് ഇൻ അഡ്വാൻസ്, ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു കോൾസ് ഇൻ അഡ്വാൻസ്.
അതായത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്യുമ്പോൾ. അപ്പം നേരത്തെ പറഞ്ഞതിൽ അപ്ലിക്കേഷൻ മണി 40 രൂപയായിരുന്നു 1000 രൂപയുടെ സമയത്ത്, 1000 രൂപയുടെ അല്ലെങ്കിൽ 400 രൂപയായിരുന്നു. ഈ അപ്ലിക്കേഷൻ സമയത്ത് തന്നെ നമ്മൾ 1000 രൂപയും നൽകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 രൂപ അവിടെ കോൾസിൻ്റെ അഡ്വാൻസ് ആണ്. ആ സമയത്ത് നമ്മൾ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ എഴുതേണ്ട ജേർണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് വെൻ കോൾ ബിക്കം ഡ്യൂ. കോൾസ് ഡ്യൂ ആവുന്ന സമയത്ത് അഥവാ ആക്ച്വൽ സമയം, നേരത്തെ അഡ്വാൻസ് ആയിരുന്നു, ഈ അഡ്വാൻസ് ആക്ച്വലായിട്ട് ഡ്യൂ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ലെറ്റർ ടു കോൾ. എവിടേക്കാണ് ആ കോൾ വിളിച്ചിട്ടുള്ളത് അവിടേക്ക്, അഥവാ ഈ 600 രൂപയിൽ നിന്ന് അലോട്ട്മെൻറ്റ് സമയത്തുണ്ടാവും, അതുപോലെ തന്നെ ഫൈനൽ കോളിൻ്റെ സമയത്ത്, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൻ്റെ സമയത്തും ഉണ്ടായിരിക്കും. ആ സമയത്ത് അഡ്വാൻസിൽ നിന്ന് നമ്മൾ കോൾസ് അഡ്വാൻസ് അക്കൗണ്ട്, കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ലെറ്റർ ടു കോൾ, ഏത് സമയത്താണ് അലോട്ട്മെൻറ്റ് ആണെങ്കിൽ അലോട്ട്മെൻറ്റ് അങ്ങനെ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ക്ലോസ് ചെയ്യുന്ന ആ ഒരു കോൾസിൻ്റെ അഡ്വാൻസ് ആയിട്ട് വന്നിട്ടുള്ള എമൗണ്ട്. നെക്സ്റ്റ് നമ്മൾ ജേർണൽ എൻട്രി പഠിച്ചു. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. The company should pay interest on calls in advance at a rate of specified in articles. If the article is silent about the interest rate, the company is liable to pay 12% for calls in advance. നമ്മൾ ഈ അഡ്വാൻസായിട്ട് സ്വീകരിക്കുന്ന എമൗണ്ടിന് കമ്പനി ആക്ട് പ്രകാരം കമ്പനി ആക്ട് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഇൻട്രസ്റ്റ്, കമ്പനി ഷെയർ ഹോൾഡറിന് ഇൻട്രസ്റ്റ് നൽകേണ്ടതുണ്ട്. അപ്പോൾ അത് കമ്പനിയുടെ ആർട്ടിക്കിൾ പ്രകാരമാണ്. കമ്പനി ഏതെങ്കിലും സ്പെസിഫൈഡ് ആയിട്ട് ഇപ്പോൾ 10%, 8% അവരുടെ ആർട്ടിക്കിളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം, അല്ലെങ്കിൽ ഇഫ് ദ കമ്പനി അവിടെ ഇത്രയാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, ആർട്ടിക്കിൾ സൈലൻ്റ് ആണെങ്കിൽ നമ്മൾ 12% പെർ ആനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ഹോൾഡർക്ക് കമ്പനി നൽകണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ജേർണൽ എൻട്രി ഫോർ ദ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ഡ്യൂ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾ ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. ഇത് നിങ്ങൾ എഴുതി വയ്ക്കുക. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഫോർ ദ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ഡ്യൂ ടു വരുമ്പോൾ, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് വരുമ്പോൾ നമ്മൾ എഴുതുന്നത് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സും അതുപോലെ തന്നെ കോൾസ് ഇൻ അഡ്വാൻസും തമ്മിലുള്ള വ്യത്യാസം. കോൾസ് ഇൻ അരിയേഴ്സ് മീൻസ് ഇറ്റ് ഈസ് ദ എമൗണ്ട് കോൾഡ് ബൈ ദ കമ്പനി ബട്ട് നോട്ട് പെയ്ഡ് ദ ഷെയർ ഹോൾഡേഴ്സ്. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് ഇറ്റ് ഈസ് ദ എമൗണ്ട് കോൾഡ് ബൈ ദ കമ്പനി ബട്ട് നോട്ട് പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് കമ്പനി കോൾഡ് അപ്പ് ചെയ്തതിന് ശേഷവും ഷെയർ ഹോൾഡേഴ്സ് നൽകാത്ത എമൗണ്ടിനെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ കമ്പനി കോൾഡ് അപ്പ് ചെയ്തിട്ട് എക്സസ് ആയിട്ട് നൽകുന്ന ഷെയർ ഹോൾഡേഴ്സ് നൽകുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. കോൾസ് ഇൻ അരിയേഴ്സ് ഇസ് ദ എമൗണ്ട് ഡ്യൂ ടു ദ കമ്പനി ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ലഭിക്കേണ്ട എമൗണ്ടിനെയാണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡറിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് ഫ്രം ദ കമ്പനി ടു ഷെയർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിന് നൽകാനുള്ള എമൗണ്ടിനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. Calls in arrears shows a debit balance and calls in advance shows ക്രെഡിറ്റ് ബാലൻസ്. അഥവാ കോൾസ് ഇൻ അഡ്വാൻസ് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇൻട്രസ്റ്റ് പ്രൊവൈഡഡ് ഓൺ ഇറ്റ്സ് ആൻഡ് ഇൻകം ഫോർ ദ കമ്പനി. ഇതിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു
ഇൻകമാണെന്നാണ് പറയുന്നത്. പക്ഷേ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സ്പെൻസസ്. ഇൻട്രസ്റ്റ് പ്രൊവൈഡഡ് ഓൺ ഇറ്റ്സ് ആൻ എക്സ്പെൻസ് ഫോർ ദ കമ്പനി. കമ്പനിക്ക് ഒരു എക്സ്പെൻസ് ആണ്, കാരണം ഷെയർ ഹോൾഡർക്കാണ് നമ്മൾ അങ്ങോട്ടാണ് ഇൻട്രസ്റ്റ് നൽകുന്നത്. ആസ് പെർ ടേബിൾ ഓഫ് കമ്പനി ആക്ട് 2013, the maximum rate of interest on its is 10%. 10%. കോൾസ് ഇൻ അരിയേഴ്സിൽ നമ്മൾ മാക്സിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് 10% പെർ ആനം. ടേബിൾ എഫ് പ്രകാരം, കമ്പനി ആക്ട് ടേബിൾ എഫ് പ്രകാരം കോൾസ് ഇൻ അഡ്വാൻസ് അല്ല, കമ്പനി നമ്മൾ ഷെയർ ഹോൾഡർക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 12% പെർ ആനമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ വ്യത്യാസങ്ങളായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം, ശേഷം വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ. ABC Limited was registered with the nominal capital of 10 lakh divided into 10,000 shares of 100 each. Out of this, 5,000 shares were issued to the public payable as to 10 lakh equity share ഉള്ള ഒരു നോമിനൽ ക്യാപിറ്റലുള്ള ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി 10,000 ഷെയർസ് 100 രൂപ ഫേസ് വാല്യൂ ഉള്ള 10,000 ഷെയർസാണുള്ളത്. അതിൽ നിന്ന് 5,000 ഷെയർസ് അവരെന്താണ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നു. ആ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്ക് എമൗണ്ട് പേയബിൾ എന്ന് പറയുന്നത് 30 രൂപ ആപ്ലിക്കേഷൻ്റെ സമയത്ത്, 30 രൂപ അലോട്ട്മെൻറ്റ് സമയത്ത്, 20 രൂപ ഫസ്റ്റ് കോൾ ആൻഡ് ദ ബാലൻസ് ആഫ്റ്റർ 3 months ആപ്ലിക്കേഷൻ വർ റിസീവ്ഡ്. അതായത് 30, 60, 80, 20 രൂപ ഫൈനൽ കോളിൻ്റെ സമയത്ത് 3 മാസത്തിന് ശേഷമാണ്. അഥവാ നമ്മൾക്ക് ആപ്ലിക്കേഷൻ്റെ സമയത്ത് 30 പറഞ്ഞിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് സമയത്ത് 30 പറഞ്ഞിട്ടുണ്ട്. 30 + 30 60 രൂപ. നെക്സ്റ്റ് ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് 20 പറഞ്ഞിട്ട് 60 + 20 80 രൂപ. ബാക്കി 3 മാസത്തിന് ശേഷം ഫൈനൽ കോളായിട്ട് പറയുന്നു. ഈ ഫൈനൽ കോളിൻ്റെ സമയത്ത് നമ്മൾക്ക് 20 രൂപയാണ് ബാലൻസ് വരുന്നത്. Application were received for 4,000 shares and the directors made. Application നമ്മൾക്ക് റിസീവ് ചെയ്യുന്നത് 4,000 shares. The directors made the allotment in fully. Directors എന്ത് ചെയ്യുന്നു? അലോട്ട്മെൻറ്റ് നൽകുന്നു. All money up to allotment was duly received at the time of the first call. എല്ലാ സമയത്ത് ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു? അലോട്ട്മെൻറ്റ് കിട്ടുന്നു. A shareholder on 500 shares did not pay the first call, but he paid with the final call. Another shareholder who was allotted 100 shares paid them to in full show the necessary journal entries to record the above transactions and show the entries in the balance sheet. ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾക്കിതിൻ്റെ ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നത് 4,000 ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇഷ്യൂ ചെയ്തത് 5,000 ആണെങ്കിൽ കൂടി നമ്മളോട് 4,000 എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം 4,000 ഷെയർസ് ഇൻറ്റു 30, ദാറ്റ് ഈസ് ഈക്വൽ ടു 1,20,000. നെക്സ്റ്റ് ഇത് അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യും, ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ഇത് ഷെയർ ക്യാപിറ്റലിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ആ ട്രാൻസ്ഫർ ചെയ്യേണ്ട സമയത്ത് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ 1,20,000. നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് അല്ലേ, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ, that is allotment money due on 4,000 shares at Rs 30, 1,20,000. 4,000 into 30. അതിന് അലോട്ട്മെൻറ്റ് മണിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിലോട്ട്. അത് 1,20,000. ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് നമ്മളോട് പറയുന്നു 20 രൂപ ഷെയർ. ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്ന സമയത്ത് നമ്മളോട് 20 രൂപയാണ് പറയുന്നത്.
ആ 4000 ഇൻറ്റു 20 ദാറ്റ് ഈസ് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അവിടെ 80,000 വരുന്നു. ഇനി ഇവിടെയാണ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ലഭിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഫസ്റ്റ് കോൾ, ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടുവിൽ 3,500, അതായത് 4,000 നിന്ന് 500 കിട്ടുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ 100 ഇൻറ്റു 20, അഥവാ 500 രൂപയുടേത് നമ്മൾക്ക് ലഭിക്കുന്നുമില്ല. അതുപോലെ തന്നെ 100 രൂപയുടേത് അഡ്വാൻസ് ആയിട്ട്, 100 ഷെയറിൻ്റെത് അഡ്വാൻസ് ആയിട്ട് ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ടോട്ടലായിട്ടുള്ള എമൗണ്ട് ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു 3,500 ഇൻറ്റു 20 ദാറ്റ് ഈസ് ഇക്വൽ ടു 700, 100 ഇൻറ്റു 20 ദാറ്റ് ഈസ് ഇക്വൽ ടു 2,000. അങ്ങനെ 72,000 നമ്മൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ പോകുമ്പോൾ അതിൽ ഫസ്റ്റ് കോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഫസ്റ്റ് കോളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് 3,500, അഥവാ 500 ഷെയറിൻ്റെ എമൗണ്ട് നമ്മൾക്ക് ഫസ്റ്റ് കോളിൽ റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ആ റിസീവ് ചെയ്യാനായിട്ട് സാധിക്കാത്ത എമൗണ്ട് 500 ഷെയറിൻ്റെ എമൗണ്ടാണ്. അപ്പോൾ 4,000 നിന്ന് 500 കുറച്ച് കഴിഞ്ഞാൽ 3,500 ഇൻറ്റു 20 ദാറ്റ് ഈസ് ഇക്വൽ ടു 70,000 കോൾസ് ഇൻ അഡ്വാൻസ്. 100 ഷെയറിൻ്റെ എമൗണ്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ലഭിക്കുന്നു എന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പോൾ 100 ഇൻറ്റു 20 ദാറ്റ് ഈസ് ഇക്വൽ ടു 2,000. ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ് ഓൺ ആൻഡ് ഫൈനൽ കോൾ ഇൻ അഡ്വാൻസ്, ഫൈനൽ കോളിൻ്റെ എമൗണ്ട് നമ്മൾക്ക് ലഭിക്കുന്നത്. ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിൽ ടു ഷെയർ ക്യാപിറ്റൽ, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ഈസ് 4,000 ഷെയർസ് ₹28. 4,000 ഷെയർസ് 3 മാസത്തിന് ശേഷം നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഇക്വൽ ടു 80,000. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ടു സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. ഇവിടെയാണ് റിസീവ്ഡ് ഫസ്റ്റ് കോൾ മണി ആരിയേഴ്സ്, നമ്മൾക്ക് ആരിയറായിട്ട് ലഭിക്കുന്ന ഉണ്ടായിരുന്ന 500 ഷെയറിൻ്റെ എമൗണ്ട് നമ്മൾക്ക് ലഭിക്കുന്നു. എപ്പോഴാണ് ലാസ്റ്റ് ടൈമിൽ, അത് ഇക്വൽ ടു 2,000 ടു സെക്കൻഡ് ഫൈനൽ ആൻഡ് കോൾ. അപ്പോൾ ഫൈനൽ കോളിൽ നമുക്ക് ടോട്ടൽ എമൗണ്ട്, ഫൈനൽ കോളിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 100 ഷെയർ അഡ്വാൻസ് ആയിട്ട് ലഭിച്ചപ്പോൾ 4,000 മൈനസ് 100 is equal to 3,900, that is equal to 96,250. ഓക്കെ, അഡ്വാൻസ്. അപ്പോൾ അവിടെ ഇൻറ്റു 20 ആണ് അത് കിട്ടി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെറ്ററിൽ ഇത് രണ്ടിൻ്റെയും ടോട്ടൽ എമൗണ്ട് അഥവാ 98,250 കിട്ടുന്നു. ഓക്കെ, ഇനി കോൾസ് ഇൻ അഡ്വാൻസ്, ഈ കോൾസ് ഇൻ അഡ്വാൻസ് ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിലേക്ക്. കോൾ ഇൻ അഡ്വാൻസ് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആൻഡ് സെക്കൻഡ് ഫൈനൽ കോൾ ഈസ് ഈക്വൽ ടു 2,000. അഡ്വാൻസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് എത്രയാണ്? 2,000 ആണ്. അതിൻ്റെ ജേണൽ എൻട്രി ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അത് ക്ലോസ് ചെയ്യണം. അത് ക്ലോസ് ചെയ്തു. കോൾ ഇൻ അഡ്വാൻസ് സെക്കൻഡ്. സൺട്രി മെമ്പേഴ്സ് ടു അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഏരിയസ്. നമ്മൾക്ക് കിട്ടുന്ന കോൾസിൻ്റെ അരിയറായിട്ട് വന്നിട്ടുണ്ടായിരുന്നതിൽ നിന്ന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ സൺട്രി മെമ്പേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾ അരിയേഴ്സ് 10% കോൾസിൻ്റെ അരിയർ സംഭവിച്ചു കഴിഞ്ഞാൽ ഉള്ളത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ 500%ൻ്റെ 10%, അതായത് 500 ഷെയർ ഇൻറ്റു 2% ഈച്ച് ചാർജ്ഡ് ഓൺ മെമ്പേഴ്സ്. 500 ഇൻറ്റു 20 അതിൻ്റെ 10% 250 രൂപ. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ കോൾ ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് ലഭിക്കുന്നതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ 100 ഷെയർ ആയിരുന്നു നമ്മൾക്ക് കിട്ടിയിരുന്നത്. അതായത് 2,000 റുപ്പീസ്. 2,000ൻ്റെ ഫോർ 3 months 12% നമ്മൾ എന്ത് ചെയ്യണം? പെർ ആനത്തിലാണ്. അപ്പം 3 മാസത്തേക്ക് 60 രൂപ. ഓക്കെ, ഇതും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, താങ്ക് യു.